പറഞ്ഞപ്പോ ചേച്ചി അവിടെ എത്തുന്ന വിചാരം. എന്തിനാ ചേച്ചി ഈ ഇരിക്കുന്നേ? ഹൈക്കിനെ ആയിഷ റിവായിനെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞല്ലോ. ചേച്ചി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട കേട്ടോ. ചേച്ചി എന്തിനാ ഞങ്ങൾ സംസാരിക്കുന്നേ? മൂന്നാക്ക് നിർത്തണല്ലേ, എന്നിട്ട് തികച്ച് കിട്ടും. വേണമെങ്കിൽ കഴിച്ചു പോയിക്കോളി, നിങ്ങളാരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. 24 മണിക്കൂർ ചറ പറയാറുണ്ട്. മനുഷ്യനൊരു സ്വൈര്യം തരില്ല. വേണമെങ്കിൽ 3 കഴിച്ചു പോയിക്കോളി. മക്കളെന്തിനാ അമ്മനോട് ഇങ്ങനെ പറയിപ്പിക്കുന്നേ? ഞാനൊന്നല്ല മമ്മി, ഈ രണ്ട് എപ്പോഴും വായിക്കുന്നൊരു ചീത്ത ഫുള്ള് ഞാൻ കേൾക്കണം. ചേച്ചി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ടേ? ചേച്ചി ആദ്യം തുടങ്ങല്. നിന്നെ പറഞ്ഞോ, നീ അമ്മനോട് ഒരു തുടങ്ങിയേക്കും, എന്നിട്ട് ചീത്ത ഫുള്ള് എനിക്ക് കേൾക്കാം. ചേച്ചി വെറുതെ പറഞ്ഞാലല്ലോ. ചേച്ചി എല്ലാത്തിനും തുടക്കം കുറിക്കല്. ചെറുതാന്ന് നോക്കൂല, ഒറ്റ തരൂ. തരാൻ കേട്ടോ, എനിക്കുണ്ട് കൈ. അയ്യോ, എന്താണ് മക്കളെ ഇങ്ങനെ? നിങ്ങളിങ്ങനെ വായിക്കൂടാണെങ്കിൽ അമ്മമ്മ ഇപ്പൊ എന്നെ പോട്ടോ. ഇല്ല മമ്മി, നീ ഞങ്ങൾ വായിക്കുണ്ടാക്കൂല. അത് ഞങ്ങൾ മാമയ്ക്കെടുത്ത് കളിച്ചൂടെ? അമ്മമ്മ ഇപ്പൊ വരട്ടോ. പിന്നെ മക്കൾക്കല്ലാതെ ഞാൻ ആർക്കാ പറഞ്ഞുതരിക? അമ്മമ്മക്ക് അത് പറയല്ലോ. ഇത് കാണുമ്പോഴേ വായിൽ വെള്ളം വരിക. ചേച്ചി കസാരന്ന് താഴെ ഞാൻ ഇവിടെ നിന്നാ എനിക്കെന്താ? എനിക്ക് വേണമെങ്കിൽ ഈ ഇരിക്കൂ. ചേച്ചിനോട് ഇറങ്ങാനാ പറഞ്ഞേ. ഞാൻ ഇറങ്ങൂലെന്ന് പറഞ്ഞാൽ ഇറങ്ങൂല. എന്നോടല്ലേ പറയുന്നേ? ഓഹോ, അത്രക്കാ. എപ്പോ കാണിച്ചു തരാം. എന്റെ കൈ വിടടാ. എന്റെ കൈ വിടാനാ പറഞ്ഞേ. ചേച്ചി ഇറങ്ങൂല്ലേ? എപ്പോ പറഞ്ഞോ? എന്റെ കൈ വിട, എനിക്ക് വേദനിക്കുന്നു. നിനക്കെന്താ വേണ്ട? ഈ സീറ്റല്ലേ? എന്നാ കൈ വിട്, ഞാൻ മാറിക്കോളാം. ഞാൻ കളിച്ച് എങ്ങനെ ഇരിക്കും? ചേച്ചി എന്തിനാ ഇരിക്കുന്നത്? ഇരിക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ. വേഗം മാറി നിൽക്കോ, ഞാൻ പൊന്തിടും. എനിക്ക് എന്റെ നല്ല സ്ഥലം കിട്ടിയേ. നല്ല സുഖം ഇരിക്കാൻ. ചേച്ചി ഞാൻ അവിടെ ഇരിക്കട്ടെ. പോയിക്കങ്ങോട്ട്. ഞാൻ അവിടെ ഇരുന്നപ്പോ എന്തേ നിനക്ക്? അയ്യോ, ചക്കൂറിന്റെ പോയി. അത് അടുത്ത ചോള്. നിനക്ക് മാത്രം കൊണ്ടല്ലേ, ഞങ്ങൾ കൂടി ഇല്ലേ? ഞാൻ എടുത്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. വേഗം ടേബിളിലേക്ക് വെക്കാൻ നിനക്കല്ലേ? ഞാൻ ചേച്ചിനോട് പറഞ്ഞില്ല ഞാൻ എടുത്തിട്ട് എടുത്താൽ മതി. ചേച്ചി അമ്മ ഞങ്ങൾ കൂടി കൊണ്ടുവന്നാട്ടോ. അതിനെന്താ, ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ തരാം. വേഗം തരാൻ നിൽക്കല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ അമ്മമ്മനെ വിളിക്കൂ. ചേച്ചി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എടുത്തിട്ട് ചേച്ചി എടുത്താൽ മതി. ചേച്ചി ഞങ്ങൾക്ക് തരില്ല. മക്കളെ, നിങ്ങളെ വയറ്റ് ഇനിയും തീർന്നില്ല. അമ്മമ്മ, ചേച്ചി ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ തരാത്തെ? അവളെ എടുത്തിട്ട് എടുത്താൽ മതി എന്ന് പറയാനിട്ട് തരുന്നില്ല അമ്മമ്മേ. നീ പെണ്ണെ, അവർക്കും കൊടുക്ക്. അതൊക്കെ എനിക്ക് വേണം. തുമ്പി, ഇതേ ദേഷ്യം പിടിപ്പിക്കരുത്. വേഗം എടുത്ത് അവർക്കും കൊടുക്ക്. തുമ്പി, ഇത് അവര് വന്ന പോലെ തന്നെയല്ലേ, അവർക്കും കഴിക്കണ്ടേ? 3 പേർക്ക് അമ്മമ്മ കൊണ്ടുവന്നാ വേഗം കൊടുക്ക്. ദേ കഴിച്ചോ. അങ്ങനെ തന്നെ നല്ല കുട്ടികളായാല്. നീ തുമ്പി ഒന്ന് ചിരിച്ചേ. നീ കള്ളേ, നല്ല രീതിയിൽ ചിരിച്ചാ അമ്മമ്മ ഒന്ന് കാണട്ടെ. നല്ല കുട്ടികളായി മക്കള് കഴിച്ചിട്ട് വരി. അമ്മമ്മ ഒന്ന് കിടക്കട്ടെ ട്ടോ. സായോ? സോനാരേ സോനാരേ സന്നനിലാവ് തെളിഞ്ഞില്ലേ? നീ ഞാൻ ചേച്ചിനോടല്ലേ? ചേച്ചി അങ്ങനത്തെ പാട്ടൊന്നുമല്ലേ? പിന്നെ ഈ ഏക്കത്തിന്റെ കുഴപ്പമില്ല. ചേച്ചി കള്ളക്കളി കളിക്കരുതേ. ഞാൻ എന്ത് കള്ളക്കളി കളിച്ചെന്നാ ഈ പറയുന്നേ? പിന്നെ അങ്ങനത്തെ പാട്ടൊന്നുമില്ല. ചേച്ചി വെറുതെ ഉണ്ടാക്കി പാടണ്ട. ചേച്ചിക്ക് അറിയെങ്കിൽ വേഗം പാടിക്കോ, അല്ലെങ്കിൽ ചേച്ചിന്റെ മാർക്ക് ഇപ്പോൾ മൈനസ് ആവും. അയ്യടാ, ഞാൻ അങ്ങനെ വിട്ടുതരില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നും നേരില്ല. ചേച്ചി പാടുകയാണെങ്കിൽ വേഗം പാടിവിടെ, അല്ലെങ്കിൽ ഇപ്പൊ മൈനസ് ആവും. ഹായ്, കെട്ടിപ്പോയി. ഞാൻ പേര് പറയാ. സായോ? സടക്ക് മേലെ സടക്ക് 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 മേലെ സടക്ക് സടക്ക്. എങ്ങനെയുണ്ട് ചേച്ചി? ന്യൂ സോങ്ങാ. ചേച്ചി അങ്ങനത്തെ പാട്ടൊന്നുമില്ല കേട്ടോ. വേറെ പാടാം. സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ? അത് ഞാൻ പാടിയതാടാ. വേറെ പാട്. കിട്ടിപ്പോയി. ചേച്ചിക്ക് പറ്റിയ പാട്ടാ. ഈ പാടുണ്ടെങ്കിൽ വേഗം പാടി ചേക്കാം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം. കാക്ക വിളമ്പും ഉപ്പേരി, പൂച്ച വിളമ്പും പുളിശ്ശേരി. നേരത്തെ മതി. എന്താ ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ലേ? നിങ്ങളൊന്നും പറയിപ്പിക്കണ്ട. അല്ല മക്കളെ, നാളെ ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള പ്ലാൻ ഒന്നുമില്ലേ? ഞങ്ങൾ അച്ഛൻ വന്നിട്ടാ കിടക്കണേ. അച്ഛൻ വരുമ്പോഴത്തേനും ടൈം ഒരുപാടാവും. വേഗം പോയി കിടന്നോ. അമ്മ വേണമെങ്കിൽ കിടന്നോ. അച്ഛൻ നേരത്തെ വരുന്ന ഞങ്ങളോട് പറഞ്ഞല്ലോ. എന്നാ അവിടെ ഇരുന്നോളി. ചേച്ചി നമുക്ക് കളിക്കാം. പിള്ളാരെ, അച്ഛൻ വന്നു. അമ്മ പോയാ വന്നേ? ഞാൻ രാവിലെ എത്തിനെ. ഞാൻ വന്നപ്പോഴേക്ക് ഈ ഓഫീസിൽ പോയി. അച്ഛൻ ഞങ്ങൾ പറഞ്ഞ മുട്ടായി വന്നോ? അതാ ഞാൻ മറന്നു. നീ കരഞ്ഞു ബഹളം നോക്കണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതീന് മക്കൾക്ക് എടുത്തു കൊടുക്ക്. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. നമുക്ക് കഥ പറഞ്ഞു തരാനായിട്ട് അമ്മമ്മ ഇവിടെ കിടന്നുറങ്ങാ. അമ്മമ്മേ, അമ്മമ്മേ എണീക്ക്. ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ പറഞ്ഞിട്ട്. അമ്മമ്മേ, മക്കള് വന്നോ? അമ്മമ്മ ഒന്ന് മയങ്ങിപ്പോയതാ. വരി, മക്കൾക്ക് അമ്മമ്മ കഥ പറഞ്ഞുതരാ. ഞാൻ അമ്മമ്മന്റെ അടുത്ത്. അയ്യടെ മനമേ, ഞാൻ അമ്മമ്മന്റെ അടുത്ത്. മാറി നിൽക്കും അങ്ങോട്ട്. പിന്നെ ഞാൻ ഇപ്പൊ മാറിയത് തന്നെ. നിന്നോട് ഞാൻ മര്യാദക്ക് മാറാൻ പറഞ്ഞു. നീ ഞാൻ പറയലെന്നല്ലേ കാരം. പിന്നെ ചേച്ചി എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്നാ ചെയ്യാൻ കേട്ടോ. ചേച്ചി എന്റെ കാലിന് വിട്ടോ. ചേച്ചി എന്റെ കാലിന് വിടാന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ വീഴും. നിനക്ക് ഇവിടുന്ന് മാറാൻ കഴിയില്ലല്ലേ? എങ്ങനെ
A few moments later. ചേച്ചി നീ ഇവിടുന്ന് എണീറ്റില്ല? നല്ല ഇഷ്ടപ്പെട്ടില്ലേ? ദാ ഈ എന്നോട് മിണ്ടാൻ പറഞ്ഞിട്ടോ. ആ, ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടോ? ആണോ? നല്ല രസമുണ്ട്. ഇങ്ങട് വാ, കാണിച്ചു തരാം. ഓഹോ, ഈ അത്രക്കായോ? എന്നാ മോൻ പിടിച്ചോ. അയ്യോ. അമ്മേ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല രസല്ലേ? ഇതെന്താ രണ്ട് തറയിൽ കിടക്കുന്നേ? അമ്മേ, ചേച്ചി എന്നെ തള്ളിയിട്ട്. അമ്മേ, അവന് കള്ളത്തരം പറയാ. എന്നെ ആദ്യം തള്ളിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ തള്ളിയിട്ട്. ഈ എന്തിനാടാ ചേച്ചിനെ തള്ളിയിടാൻ പോയെ? രണ്ടോടെ കിടന്നോളി. ഭക്ഷണം വേണമെങ്കിൽ പോരി. ഞാൻ എണീപ്പിക്കൊന്നുമില്ല രണ്ടിനെ. ഇനി പണിന്റെ ഇടയിൽ ഫുഡ് പറഞ്ഞ അങ്ങോട്ട് വന്നേക്കരുതേ. വേണമെങ്കിൽ വേഗം ഇപ്പൊ പോരി. ചേച്ചി എണീക്ക്, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ. അല്ലെങ്കിൽ അതും കിട്ടൂല. അത് ശരിയാ. ഏയ് ഫാസ്റ്റേ, ചേച്ചി തോറ്റ്. ഞാൻ വേണ്ട വിചാരിച്ചിട്ടാ. ഈ പാവല്ലേ ജയിച്ചോട്ടെ വിചാരിച്ച്. ഓ, ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറയാ. രണ്ടു കഴിച്ചിട്ടാതെ വേഗം വന്ന് ഭക്ഷണം കഴിച്ചാനി. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നമുക്ക് ഈ പാത്രമൊക്കെ കഴുകി വെക്കാൻ. ചേച്ചി ഈ എന്താ കളിക്കണേ? ആ ഭക്ഷണത്തിലിട്ട് ചവിട്ടി കയറിയുണ്ടല്ലോ. എന്നിട്ട് തികച്ച് കിട്ടേ. ഇതെന്താ അമ്മ ഞങ്ങൾക്ക് മാത്രം പായ പ്ലേറ്റ് എന്തിന്? ചേച്ചിക്ക് പുതിയ പ്ലേറ്റ് എടുത്തത്? എനിക്ക് പുതിയ പ്ലേറ്റ് ഉള്ളത് ഈ കിട്ടിയാലും കഴിച്ചപ്പോ. അല്ലെങ്കിൽ അമ്മക്ക് ഞങ്ങളോട് ഒരു സ്നേഹമില്ല. ഞാൻ എടുത്തെടുത്തൊന്നല്ല, അവൾ എടുത്ത് കഴിച്ചതാ. നിങ്ങൾ എവിടെ ഇനി? നിങ്ങൾ അവിടെ കച്ചറ പിടിക്കില്ലേ? ഇനിയും അടന്നോളി. അവൻ ദേഷ്യനാ. എന്തിനാ ചേച്ചി ഈ ചിരിക്കുന്നേ? ആ, നിങ്ങൾ അവസ്ഥ അല്ലേ ചിരിച്ചതാ. ഞാൻ അമ്മനോട് പറഞ്ഞതാ അവർക്കും പുതിയ പ്ലേറ്റിൽ കൊടുക്കാന്ന്. അപ്പൊ അമ്മ പറഞ്ഞു അവർക്ക് പുതിയ പ്ലേറ്റ് ഒന്നും വേണ്ട, അവരതിലൊക്കെ കഴിച്ചോളൂ, ഈ പുതിയ പ്ലേറ്റിൽ കഴിച്ചോന്ന് അമ്മ പറഞ്ഞു. സാരില്ല മക്കളെ, അമ്മക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ ചേച്ചിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടം. ചേച്ചി വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ടേ. നമുക്ക് എല്ലാവരും ഇഷ്ടം കേട്ടോ. എന്നിട്ടെന്തേ അമ്മക്ക് പുതിയ പ്ലേറ്റ് തരാഞ്ഞേ? അയ്യോ, അമ്മ ഇപ്പൊ വന്നു. എന്തൊക്കെയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നേ? ഇപ്പൊ കാണിച്ചു തരാം. ഈ പ്ലേറ്റിൽ എവിടെ പ്രശ്നം? ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ആ ചേച്ചി, ഇപ്പൊ എല്ലാരും പ്രശ്നം തീർന്നില്ലേ? നിനക്കിത് വേണം, മിണ്ടാതിരുന്ന് കഴിച്ചാ മതി. അവൾ ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കുക. ഈ ചെറുക്കന ആ ഭക്ഷണം മുഴുവൻ കഴിച്ചില്ലെങ്കിലേ തികച്ചിനോട് കിട്ടും. നിന്നോട് കൂടിയാ പറഞ്ഞേ. എനിക്ക് വേണ്ടത് ചേച്ചി എടുത്തോ. എനിക്കൊന്നും വേണ്ട. എന്തിനാ എന്റെ കിട്ടണേ? വേണ്ടെങ്കിൽ കൊണ്ട. എന്നാ ചേച്ചി ചേച്ചി എടുത്തോ. എന്താ ഈ എന്തിനാ എന്റെ കിട്ടേ? ചേച്ചി കഴിച്ചോ, നല്ലതാ. അത് ഈ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാ ഇട്ടത്. അമ്മ മുഴുവൻ കഴിക്കാൻ പറഞ്ഞില്ലേ? മുഴുവൻ കഴിക്കാൻ കഴിയാത്തോണ്ട് ഈ എന്റെ കിട്ടല്ലടാ. വേഗം എന്റെ എടുത്തോ, അതാ എനിക്ക് നല്ലത്. അയ്യോ അമ്മേ, അമ്മേ. തുമ്പിമോക്ക് എന്താ പറ്റി? അറിയില്ല അമ്മേ. അമ്മമ്മ, ഞാൻ മുളക് കടിച്ചു. ആ, നീരിട്ട് വയ്യ അമ്മേ. അതിനാ മോള് കരയുന്നേ? അത് സാരില്ല കേട്ടോ, അമ്മമ്മ വെള്ളം എടുത്തേരെ. അയ്യേ, ഒരു മുളക് കടിച്ചതിന് ചേച്ചി ഇത്രയും ബഹളം ഉണ്ടാക്കി. രണ്ട് ചെറുക്കനാ. നിങ്ങളെ കായൊക്കെ ഉണ്ടിനി ഈ വീട് മറച്ചിട്ടിനി. ആ, പുഴുണ്ട്. മോളെ വെള്ളം കുടിക്കുന്ന മോളെ മാറിയില്ലേ? ആ, മാറിയമ്മേ. അത് ചിരിച്ചിരിക്കേനി. ഞങ്ങൾ മുളക് കടിക്കുമ്പോ ചേച്ചി ഇതേപോലെ ഉണ്ട് കാട്ടില്. അപ്പൊ തിരിച്ചു അങ്ങനെ ചെയ്തില്ലെങ്കിൽ മോശമല്ല അമ്മമ്മേ.